ആ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ ഒരു ഈച്ചയുടെ കാര്യത്തിൽ സ്വർഗത്തിലായി, ഒരു ഈച്ചയുടെ കാര്യത്തിൽ നരകത്തിലുമായി. ബലികർമ്മം. ബലികർമ്മം ഇതുപോലെ തന്നെ മഹത്തരമായ ഇബാദത്താണ്, വലിയ പ്രതിഫലമുള്ള, ഇസ്ലാമിൽ പല സന്ദർഭത്തിൽ നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ് ബലികർമ്മം. അഖീഖത്ത്, ഉദ്ഹിയ്യത്ത്, അതുപോലെ തന്നെ മറ്റ് നേർച്ചയുടെ ഭാഗമായുള്ളത്, ഹജ്ജിൻ്റെ ഭാഗമായുള്ളത്, കഫാറത്തിൻ്റെ ഭാഗമായുള്ളത്, ഇങ്ങനെ പല സന്ദർഭത്തിലും അള്ളാഹു ദബ്ഹ്, ബലികർമ്മം എന്നത് നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുകയാണ്. നിസ്കാരത്തിനോടൊപ്പം ഖുർആനിൽ പലയിടത്തും ബലികർമ്മം എടുത്തു പറയപ്പെട്ടു. എവിടെ സ്ഥലം? നിസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. പിന്നെ എവിടെ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി. ഇന്ന സ്വലാത്തി, സ്വലാത്ത് നിസ്കാരം, നുസുക്ക് ബലികർമ്മം. നിസ്കാരത്തിനോടൊപ്പം ചേർത്തി പറയപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നാണ് ബലികർമ്മം. ബലികർമ്മം മഹത്തരമായ ഇബാദത്താണ്. അത് അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ഒരാൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പല രൂപത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതാണ്. പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. വീടിരിക്കുമ്പോൾ പഠിക്കൽ കൊണ്ടുപോയിട്ട് ആടിനെ അറുത്തിട്ട് ആടിൻ്റെ രക്തം ഒഴുക്കാറ്. അത് ശരിക്കും ഷെയ്ത്താന് വേണ്ടിയുള്ള ബലിയർപ്പണമാണ്. ആൾക്കാർ അതിനെ എന്ത് പേരിട്ട് വിളിച്ചാൽ അങ്ങനെ രക്തം പലപ്പോഴും സിഹറിൻ്റെ ഭാഗമായി പിശാചിനുള്ള ബലികർമ്മം ഉണ്ടായിരിക്കും. അതിന് പ്രത്യേക നിയമങ്ങളുണ്ടായിരിക്കും. ഇന്നെ അറക്കണം. അങ്ങനെ എന്തിനെ ഒരാൾ ബലിയർപ്പിച്ചാലും ഗുരുതരമായ ശിർക്കാണ്. ചില ഹദീസ് നിങ്ങൾ കേട്ട ഹദീസിന്റെ സനദിൽ ചില വ്യത്യാസങ്ങളുണ്ട്. രണ്ടാളുകൾ ഒരു നാട്ടിലൂടെ യാത്ര പോകുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ അവർ പറഞ്ഞു, ഈ നാട് കടന്നു പോകണമെങ്കിൽ ഇവിടെയുള്ള ഇതിനു വേണ്ടി ഒരു ബലിയർപ്പിക്കണം, വിഗ്രഹത്തിന് ബലിയർപ്പിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ബലിയർപ്പിക്കാൻ യാതൊന്നുമില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങളൊരു ഈച്ചനെങ്കിലും ബലിയർപ്പിച്ചാൽ. അങ്ങനെ അയാൾ ഈച്ചയെ ബലിയർപ്പിച്ചു. അയാൾ വെറുതെ വിട്ടു. ഹദീസിന്റെ സനദിൽ ചില വ്യത്യാസങ്ങളുണ്ട് പരമ്പരയിൽ. രണ്ടാമത്തെ അയാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനല്ലാതെ ബലിയർപ്പിക്കുകയില്ല. അങ്ങനെ അവർ ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ ഒരു ഈച്ചയുടെ കാര്യത്തിൽ സ്വർഗത്തിലായി, ഒരു ഈച്ചയുടെ കാര്യത്തിൽ നരകത്തിലുമായി. ഒരു ഈച്ച ഇത്ര ചെറിയ കാര്യം എന്ന ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷെ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഒരു ബലിയർപ്പിക്കാൻ പറ്റും. ഹദീസിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ പോലും ഷിർക്ക് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നു. ഈ ഉമ്മത്തിൽ പുറമേക്ക് വേണമെങ്കിൽ നമുക്ക് ഷിർക്ക് കാണിക്കാൻ അനുവാദം. പുറമേക്ക് ഒരാൾ നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അനുവാദമുണ്ട്, അനുവാദമുള്ളൂ. നിർബന്ധമായിട്ടൊന്നും ചെയ്തോളുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നിന്റെ തൗഹീദ് മുറുകെ പിടിക്കുക, അതിൻ്റെ പേര് മരിച്ചാലും അള്ളാഹുവിന്റെ പ്രതിഫലം വിചാരിക്കും. പക്ഷെ അനുവാദമുണ്ട്. ഒരാൾ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു, തൗഹീദിന് വിരുദ്ധമായത് പറയാൻ പറഞ്ഞു എങ്കിൽ അവന് തൗഹീദിന് വിരുദ്ധമായത് പറയാൻ അനുവാദമുണ്ട്. പക്ഷെ പഴയ കാലത്ത് ആ അനുവാദം ഉണ്ടായിരുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശ്രിക് ബില്ലാഹ് വഇൻ ഖുത്തഅത ഔ ഹുർരിഖത. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, നിന്നെ കഷ്ണമായി മുറിച്ചു കളഞ്ഞാൽ, നിന്നെ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞാൽ ഷിർക്ക് ചെയ്യരുത്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്.